കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പമ്പാ നദിയുടെ തീരത്ത് നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് 6 അടിയോളം പൊക്കമുണ്ട്. രുചിയുടെ ഉത്സവം കൂടിയാണ് ആറന്മുള വള്ളസദ്യ. ആറുമുളക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ വള്ളംകളിയും ആറുമുള കണ്ണാടിയും വള്ളസദ്യയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും നൂറ്റാണ്ടുകളായി ആഘോഷിച്ചു വരുന്നതുമായ ആചാരങ്ങളുടെ ഭാഗമാണ്. പമ്പാ നദിയുടെ തീരത്തുള്ള കരകൾക്കും അതതു കരകൾക്ക് സ്വന്തമായുള്ള പള്ളിയോടങ്ങൾക്കുമാണ് വള്ളസദ്യ ഒരുക്കപ്പെടുന്നത്. വള്ളസദ്യയുടെ ഭാഗമായി നാം ഇന്ന് കടന്നു ചെല്ലുന്നത് മല്ലപ്പുഴശ്ശേരി കരയിൽ നിന്നുള്ള വള്ളസദ്യയുടെ കാഴ്ചകളിലേക്കാണ്. വള്ളസദ്യയെ പറ്റി പറയുമ്പോൾ തിരുവോണനാളാണ് എല്ലാത്തിനും മൂല കാരണമായിട്ടുള്ളത്. ഉത്രട്ടാതി ജലമേള ഉണ്ടായിട്ടുള്ളതും ഈ തിരുവോണനാളിലെ ഇവിടുത്തെ തിരുവോണത്തോണി വരവോട് തുടങ്ങിയിട്ടുള്ള ഒരു ഭഗവാന്റെ തിരുനാളാഘോഷമായിട്ടാണ് ഉത്രട്ടാതി ജലമേളയും ഇവിടെ നമ്മൾ നടത്തിക്കൊള്ളുന്നത്. കാട്ടൂർ മഠത്തിൽ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കുടുംബം ബ്രാഹ്മണർക്ക് സദ്യ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള ഒരു ചരിത്രമാണത്. അദ്ദേഹം എല്ലാ വർഷവും തിരുവോണനാളിൽ ബ്രാഹ്മണർക്ക് സദ്യ കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരു തിരുവോണനാളിൽ ഈ പറയുന്ന ബ്രാഹ്മണർക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു അവസരം വന്നു. പക്ഷെ എന്നാൽ ഒരു ബാലൻ അവിടെ എത്തുകയും അദ്ദേഹം ആ വഴിപാടിനെ പൂർവാധികം ഭംഗിയായിട്ട് ആഘോഷിക്കുകയും ചെയ്തു. ആ ബാലൻ മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നത്, ഇനിയും എനിക്ക് വേണ്ടി എന്ന് ഉള്ള ഉദ്ദേശിച്ചത് ഭഗവത് നാമത്തിന് വേണ്ടി നടത്തുന്ന ഈ ഒരു കർമ്മം നിങ്ങൾ ഇവിടെ ഇത് നടത്തേണ്ടതായിട്ടില്ല. എനിക്കുള്ള വിഭവങ്ങൾ ആറന്മുളയിൽ നിങ്ങൾ എൻ്റെ ഇരിപ്പിട സ്ഥാനമായിട്ടുള്ള ആറന്മുളയിൽ എത്തിക്കുക എന്നുള്ള ഒരു ദർശനമാണ് അദ്ദേഹത്തിന് കൊടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ആറന്മുള തിരുവോണത്തോണി, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ തോണികളുടെ സംഗമം. വളരെയധികം ആചാരാനുഷ്ഠാനങ്ങളും ചിട്ടവട്ടങ്ങളും നിറഞ്ഞതാണ് വള്ളസദ്യയ്ക്കു വേണ്ടിയുള്ള യാത്രയയപ്പ് ചടങ്ങുകൾ. വള്ളത്തിന്റെ പ്രധാന തുഴച്ചിലുകാരൻ ക്യാപ്റ്റൻ തനിക്ക് ഏറ്റവും വിശ്വസ്തരായ 4 തുഴച്ചിലുകാർക്ക് 4 വലിയ തുഴകൾ നൽകുന്നു. ഇതിനും പ്രത്യേക ആചാര രീതികളുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഈ വട്ടത്തെ ഈ ഒരു വർഷത്തെ ചുമതലയുള്ള ക്യാപ്റ്റൻ. അദ്ദേഹം ഇപ്പോൾ ഈ കാണുന്ന 4 അടനേമ്പുകൾ എന്ന് പറയുന്നത് 4 വേദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കരയിലെ വിശ്വസ്തവും അതുപോലെ തന്നെ വള്ളം കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതായിട്ടുള്ള 4 പേരെ അദ്ദേഹം വിശ്വസ്ത നയം ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇതാണ് 1-ാം തുടം. അതായത് നമ്മുടെ കൂമ്പ്, അതായത് വള്ളത്തിന്റെ ഏറ്റവും അറ്റഭാഗത്ത് കൂമ്പിൽ ഇരിക്കുന്ന 1-ാം തുടക്കാരൻ എടുക്കുന്നത് അദ്ദേഹമാണ് ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമുള്ള കരയിൽ അത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന 4 പേരിലേക്ക് 4 പേര് അടനേമ്പിലേക്കും ഒരാളെ കൂമ്പത്തേക്കും അദ്ദേഹം നിയോഗിക്കുകയാണ്. അവർക്കുള്ള തുഴ അദ്ദേഹം കൈമാറുകയാണ്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഇനി അടനേമ്പുകൾ കൈമാറുകയാണ് ഓരോ ക്രമമായിട്ട്. 1-ാം അടനേമ്പാണ്. തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ. 2-ാം അടനേമ്പാണ്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ. തുഴകൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ആവേശത്തോടെ തുഴച്ചിലുകാർ വള്ളക്കടവിലേക്ക് നീങ്ങുന്നു. അവിടെ വള്ളസദ്യ നേർച്ചയ്ക്കായി നേർന്നിരിക്കുന്ന ഭക്തൻ വള്ളത്തിന്റെ ക്യാപ്റ്റന് ദക്ഷിണ നൽകുന്നു. ദക്ഷിണ സ്വീകരിച്ചതിനു ശേഷം തുഴച്ചിലുകാർ വള്ളത്തിൽ കയറി വള്ളപ്പാട്ടുകൾ പാടിക്കൊണ്ട് ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുന്നു. കേരളത്തിൽ ആകമാനം പ്രചരിച്ച വള്ളപ്പാട്ടുകളും വള്ളം കളിയും ആറന്മുളയിൽ നിന്നാണ് പിറവികൊള്ളുന്നത്.
തുഴച്ചിലിലൂടെ വിവിധ കരകളിൽ നിന്നുള്ള വള്ളങ്ങൾ ആഘോഷപൂർവ്വം ഒഴുകി നീങ്ങുന്ന കാഴ്ച ആറന്മുളയുടെ വൈവിധ്യം വിളിച്ചോതുന്നതാണ്. തുഴച്ചിലുകാർ ആവേശത്തോടെ പാടുന്ന വള്ളപ്പാട്ടുകൾ വള്ളസദ്യയിൽ പങ്കെടുക്കുന്നവരുടെ ആഹ്ലാദം വർദ്ധിപ്പിക്കുന്നു. ആറന്മുള വള്ളസദ്യയും വള്ളംകളിയും നൂറ്റാണ്ടുകളായി പാർത്ഥസാരഥി അമ്പലവുമായി ഏറെ ബന്ധപ്പെട്ടു കിടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അമ്പലക്കടവിലെത്തുന്ന തുഴച്ചിൽ സംഘത്തെ ആളുകൾ വൈവിധ്യമാർന്ന ആചാര മര്യാദകളോട് കൂടിയാണ് സ്വീകരിച്ച് ആനയിക്കുന്നത്. പാരമ്പര്യ രീതിയിൽ തുടർന്നു വരുന്ന ചടങ്ങുകൾക്കൊപ്പം വള്ളപ്പാട്ടിന്റെ അകമ്പടിയോടെ സദ്യയുണ്ണാൻ ആയിരങ്ങളാണ് ആറന്മുളയിലേക്ക് എത്തുന്നത്. വള്ളസദ്യയിലെ പ്രധാന സദ്യ നടക്കുന്നത് ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണി നാളിലാണ്. അവിടെ വള്ളക്കാർ ചോദിക്കുന്ന എന്ത് വസ്തുവും ഈ നിരത്തി വെച്ചിരിക്കുന്നതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും. ഇതിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്നത് വഴിപാട്ടുകാരൻ്റെയും അല്ല വഴിപാട് വള്ളസദ്യ നടത്തുന്ന കോൺട്രാക്ടറിനെയും ചുമതലയാണ്. അപ്പം അവിടെ ഓരോ നിമിഷം ചെല്ലുന്നവരും ഓരോ സാധനങ്ങൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഈ ഇലകളിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. കാര്യം അത് അവരെ കഴിക്കുകയാണ്, അവർക്ക് എത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് വിളിച്ച് നോക്കുമ്പോൾ ഓരോന്നായിട്ട് ഇപ്പോൾ കൈതച്ചൊക്കെയുണ്ട്. അതിനൊക്കെ ഓരോ ശ്ലോകങ്ങളാണ്. അപ്പം മലയാളിയായിട്ട് പിറന്ന ഏതൊരാളും ആറന്മുള വള്ളസദ്യ ഉണ്ണണം. ഓണം പൂർണ്ണമാണ്. ഉച്ച ടി വിയിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. അതോടൊപ്പം തന്നെ ഇപ്പം അതാ അപ്രത്യക്ഷമായി കഴിഞ്ഞു, അടുത്ത ഒരു സാധനം അപ്രത്യക്ഷമായി കഴിഞ്ഞു, ചമ്മന്തി അപ്രത്യക്ഷമായി കഴിഞ്ഞു, അതാ ഉണ്ണിയപ്പം അപ്രത്യക്ഷമായി കഴിഞ്ഞു. അവർ വിളിച്ചു വെക്കുന്നത് എന്തു ഇപ്പോൾ അവിടെ തൈരിനെ വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൈര് അപ്രത്യക്ഷമാവും. അങ്ങനെ ഓരോന്നും ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വിശറി വരെ ഉണ്ട് വിളിച്ചു വെക്കുന്ന വ്യത്യസ്തമായ സാധനങ്ങൾ. ഓരോന്നും ഓരോ സെക്കൻഡിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ പമ്പാ നദിക്കരയിൽ നടക്കുന്ന ഈ വള്ളംകളിയിൽ 48 ചുണ്ടൻ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. വള്ളംകളിയിൽ വെള്ളമുണ്ടും തലപ്പാവും അണിഞ്ഞ തുഴച്ചിൽക്കാർ വള്ളപ്പാട്ടുകൾ പാടി ആവേശത്തോടെയാണ് തുഴയുന്നത്. നമ്മളിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. ഇപ്പൊ നമ്മുടെ കൂടെ കുറെ കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇപ്പോ ഞങ്ങള് സദ്യയൊക്കെ കഴിച്ച് വരക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കുറെ കൊച്ചു കൂട്ടുകാര് നല്ല തകർപ്പൻ പരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്. പേരെന്താണ്? അനഘ. പേരെന്താ? തീർത്ത. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? എന്നും ഞാൻ. ഓക്കെ, അവര് നന്നായിട്ട് പാടുക. ഓൾ ദ ബെസ്റ്റ്. ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു, കീനാവിൻ്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുത്തവൻ എന്തേ വന്നു കെട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു, കിനാവിൻ്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു, കണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുത്തവൻ എന്തേ വന്നു കെട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. അടുത്തതായി ആർപ്പോ ഹീറോയിൽ ഒരു ഡാൻസ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് സുന്ദരികളായ കൂട്ടുകാർ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരെന്താണ് നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. എന്താണ് മോളെ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്? ഞങ്ങൾ ഇന്ന് കുച്ചിപ്പുടിയിലെ പുഷ്പാഞ്ജലി എന്നൊരു ഐറ്റമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്.
ഓക്കെ അപ്പോൾ നമുക്ക് ഇവരുടെ മനോഹരമായ ഒരു ഡാൻസ് ആസ്വദിക്കാം എല്ലാവർക്കും കൂടി. തദിം തദിം തതജ്ജണു തദിം 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 തതജ്ജണു തിത്തങ്കടതിഗദാദരിഗദ തിത്തങ്കടതിഗദാദരിഗദ തദിം തദിം തതജ്ജണു തദിം 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 തതജ്ജണു. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ തദിം 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 തതജ്ജണു 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 തദിം തദിം താം തക്കുന്തക്കടതകദരികടതും താം താം കടതകദരികടതും 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 തദിം കിന്നതും തദിം കിന്നതും തദിം കിന്നതും തരികടതും 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 തദിം കിന്നതും തകതദിം കിന്ന തകദികു തദിം കിന്നതു ബ്രഹ്മാഞ്ജലി താണ്ഡവ നൃത്യ സൃഷ്ടഗു ദിവ്യാഞ്ജലി ലാസ്യ കേളനലോലഗു ബ്രഹ്മാഞ്ജലി താണ്ഡവ നൃത്യ സൃഷ്ടഗു ദിവ്യാഞ്ജലി ലാസ്യ കേളനലോലഗു ബ്രഹ്മാഞ്ജലി നാട്യ കോവിത പരുലഗു നൃത്യുഞ്ജലി നാട്യ കോവിത പരുലഗു ബ്രഹ്മാഞ്ജലി താണ്ഡവ നൃത്യ സൃഷ്ടഗു ദിവ്യാഞ്ജലി ലാസ്യ കേളനലോലഗു ബ്രഹ്മാഞ്ജലി. വളരെ മനോഹരമായ ഒരു ഡാൻസ് ആണ് ഇവർ നമുക്ക് വേണ്ടി ഒരുക്കിയത്. അപ്പോൾ നിങ്ങൾ ഏത് ഡാൻസ് സ്കൂളിലാണ് പഠിക്കുന്നത്? ശ്രീലങ്ക ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി. വളരെ മനോഹരമായ ഡാൻസ് കളിച്ച ഈ സുന്ദരി കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു വലിയ കൈയ്യടി കൊടുക്കാം. ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് ആർപ്പോ വിളിച്ചാലോ? അപ്പൊ ആർപ്പോ ആർപ്പോ. അടുത്തതായി നമ്മളിവിടെ കുറച്ച് ഗെയിംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും ശക്തരാരെന്ന് കണ്ടുപിടിക്കാനാണ് ആ ഗെയിം. അപ്പം നമ്മുടെ ആദ്യത്തെ ഗെയിം മുളക് തീറ്റ മത്സരമാണ്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ മുളക് 3 മിനിറ്റിനുള്ളിൽ കഴിക്കുന്ന ആളാണ് ഇതിൽ വിജയ്. അപ്പം നമ്മുടെ ശക്തരായ 2 മത്സരാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പേരെന്താണെന്ന് ആദ്യം തന്നെ ചോദിക്കാം. പേര് പറ. ഹരികൃഷ്ണൻ. നമ്മുടെ ആദ്യഘട്ട മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആദ്യഘട്ട മത്സരത്തിലെ വിജയ് നമ്മുടെ ഹരികൃഷ്ണനാണ്. നല്ലൊരു ക്ലാസ്. നന്നായിട്ട് ചോർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും മുതിർന്നവരുടെ മുളക് തീറ്റ മത്സരം ഒന്ന് കാണാം. എങ്ങനെ ഉണ്ടായിരിക്കും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇവരുടെ പേരൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ, പേരെന്താണ്? രാജേഷ്. വേണു. ഓക്കെ, നമുക്ക് മത്സരത്തിൽ കാണാം. എല്ലാരും ഒന്ന് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. നന്നായിട്ട് കൈയടി പോരാ, കൈയടി പോരാ. ആവേശകരമായ മുതിർന്നവരുടെ മുളക് തീറ്റ മത്സരത്തിൽ നമ്മുടെ വേണുചേട്ടൻ 10 മുളകാണ് കഴിച്ചിരിക്കുന്നത്. 1, 2 മുളകല്ല, 10 മുളകാണ് കഴിച്ചിരിക്കുന്നത്. നല്ലൊരു ക്ലാപ്പ് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ കണ്ടത് നല്ല എരിവുള്ളൊരു മത്സരമായിരുന്നു. അപ്പം അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നല്ല കയ്പുള്ളൊരു മത്സരമാണ്. അതായത് പാവയ്ക്ക തീറ്റ മത്സരമാണ്. അപ്പം ഇത്തവണ ഒരു എന്താ പറയുക, സ്ത്രീകളാണ് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പുരുഷന്മാരെക്കാളും തങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ട് 2 സ്ത്രീകളാണ് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അവരെ പേര്, അവരെ പറ്റിയില്ല നമുക്ക് ചോദിച്ചറിയാം. എന്താണ് ചേച്ചി പേര്? ശോഭ. ശോഭ ചേച്ചി എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണ്. ഹൗസ് വൈഫാണ് ശോഭ ചേച്ചി. ചേച്ചിയുടെ പേരെന്താ ചേച്ചി? ശ്രീദേവി. ശ്രീദേവി. ചേച്ചി എന്താ ചെയ്യുന്നത്? 2 പേരും ഹൗസ് വൈഫാണ്. അപ്പം നല്ലൊരു എന്താ പറയുക, ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ശീലമുള്ള ചേച്ചിമാരാണ്. അപ്പൊ ഇതിൽ ആര് ഏറ്റവും കൂടുതൽ പാവയ്ക്ക് തിന്നുന്നത് നമുക്ക് കണ്ടറിയാം. 2 പേരും എന്താ പറയുക, നല്ല വെച്ചടിയാണ് മുന്നേറുന്നത്. വലിയ പാവയ്ക്കയും ചെറിയ പാവയ്ക്കയുടെ ഒരു നല്ല മൽപ്പിടുത്തത്തിൽ തന്നെയാണ്. ഇതിൽ ആര് ജയിക്കുന്നു? എല്ലാവരും കൈയടിച്ചേ, പ്രോത്സാഹിപ്പിച്ചേ. മത്സരിച്ചാണ് 2 പേരും കഴിക്കുന്നത്. തമ്മിൽ ഭേദമെന്ന് പറയുകയാണെങ്കിൽ ഈ പാവയ്ക്ക് തന്നെയാണ്. കാരണം ഒരു പാവയ്ക്ക മുഴുവനായി തന്നെ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിജയായിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ശോഭ ചേച്ചിയാണ്. അപ്പൊ നമ്മുടെ വിജയ് ശോഭ ചേച്ചിയാണ്. ഓണം എന്ന് പറഞ്ഞാല് വടംവലിയുടെ ഒരു ഭയങ്കര ആഘോഷം തന്നെയാണ്. വടംവലി ഇല്ലാതെ എന്തോണല്ലേ. അപ്പൊ നമ്മുടെ ആറന്മുളയുടെ കരുത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് 2 മല്ലന്മാരാണ് ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പൊ 2 ടീമാണ്, ചെമ്പോത്ത് ടീമും പോർക്കോലി ടീമും. അപ്പൊ നമുക്ക് അവരുടെ ക്യാപ്റ്റൻസിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ പോർക്കോലി ടീമിന്റെ ക്യാപ്റ്റൻ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, അവരുടെ ടീം ജയിക്കുവോ അതോ പരാജയപ്പെടുന്നു? ഓക്കെ. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞങ്ങൾ തന്നെയാണ് ഇവിടെ ട്രോഫി എടുക്കുന്നത്. ഇനി ഒരാളെ സംബന്ധിച്ച് ഇവിടെ ട്രോഫി എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇനി എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാവട ടീമിന്റെ ഞങ്ങളും വിട്ടു തരത്തില്ല. പറയണേട്ടോ.